അങ്ങനെ ഫസ്റ്റ് വർക്കിന്റെ ബാക്കി വീഡിയോയിലോട്ട് പോവാം. വെഡിങ് ലുക്കിന് ശേഷം നമുക്ക് രണ്ടാമതൊരു ലുക്ക് കൂടെ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ ക്രൗൺ പ്ലാസയിൽ വെച്ചായിരുന്നു. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് വന്നതാണ്. ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോയത്. ഞങ്ങൾക്ക് വേണ്ടി റൂമൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിൽ കയറി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനുള്ള ടൈം ഒക്കെ ഉണ്ടായിരുന്നു. റൂമിന്റെ ആംബിയൻസ് ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ ടൈം ഉണ്ടായതുകൊണ്ട് ഒരു കോഫിയൊക്കെ ഇട്ട് കുടിക്കാന്നൊക്കെ പ്ലാൻ ഇട്ടു. അങ്ങനെ ആമിയാണ് നമുക്ക് കോഫിയൊക്കെ ഇട്ട് തരുന്നത്. കോഫിയൊക്കെ ഇട്ട് റിലാക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്തു. ആക്ച്വലി ഇങ്ങനെയുള്ള നല്ല വട്ടമായിരുന്നു. ഇതെന്തോ ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ മങ്ങിയിരിക്കുന്നതായിരുന്നു. ബട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ റിയലി ബ്യൂട്ടിഫുൾ, നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറെ നേരം ചെയറിലിരുന്ന് കൊച്ചിയുടെ ഭംഗി ആസ്വദിച്ച് നല്ല വെയിലായോണ്ട് കർട്ടൻ അങ്ങ് അടച്ചു. കുറച്ച് ടൈം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴോട്ട് വന്നു. കുറെ സാലഡ്സും പാസ്തയും സ്റ്റാർട്ടേഴ്സ് എടുക്കാനുള്ള മൂഡ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെയിൻ കോഴ്സിലോട്ട് തന്നെ ഫോക്കസ് ചെയ്തത്. അങ്ങനെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു. വേണ്ട സാധനങ്ങളൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ നേരെ ഒരു ടേബിൾ പിടിച്ചു. പക്ഷെ തുടക്കത്തിൽ കാണിച്ച ജ്യൂസ് വമ്പൻ ഫ്ലോപ്പ് ആയിരുന്നു. അതുപോലെ അല്ലായിരുന്നു മെയിൻ കോഴ്സ്. കുറെ ടൈം ഉണ്ടായതിനെ കൊണ്ട് ആസ്വദിച്ച് പയ്യാണ് ഞങ്ങൾ കഴിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് സാലഡ്സ് എടുത്തു. പിന്നെ ഞങ്ങള് ഡെസേർട്ടിലോട്ടായിരുന്നു പോയത്. ഡെസേർട്ടിൽ ആക്ച്വലി 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ബ്രൗണി വിത്ത് ഐസ്ക്രീം ആണ് അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ബ്രൈഡുമായിട്ട് മേളിലോട്ട് പോയി. സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.